അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിലേറെ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് അവരുടെ ഹിജ്റയുടെ ഭാഗം. ഹിജ്റ എന്നത് തന്നെ ത്യാഗമാണ്. ജനിച്ച നാടും പിറന്ന മണ്ണും തൻ്റെ വീടും സമ്പത്തുമെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് അപരിചിതമായ ഒരു നാട്ടിലേക്കുള്ള യാത്ര, മുസ്ലിമായി ജീവിക്കുന്നതിന് വേണ്ടി വലിയ പ്രതീക്ഷയുമായിട്ടുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ. അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും ഹബിഷയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം ഹിജ്റ പുറപ്പെട്ടിട്ടുണ്ട്. പിന്നീട് യസ്രിബിലേക്കായിരുന്നു അവരുടെ യാത്ര. 3 പേരും ഒന്നിച്ചാണ് യാത്ര തിരിക്കുന്നത്. മകൻ സലമയും കൂടെയുണ്ട്. യാത്രാമധ്യേ മദീനയിലേക്കുള്ള വഴിയിൽ മഖ്സൂം ഗോത്രക്കാർ അഥവാ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബക്കാർ അവരെ കാണുകയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെയും മകൻ സലമയെയും പിടിച്ചു വെക്കുകയാണ്. ഒരു കാരണവശാലും മദീനയിലേക്ക് അവരെ പറഞ്ഞയക്കുകയില്ല എന്ന് പറഞ്ഞ് അബൂ സലമ റളിയല്ലാഹു തആല അൻഹയെ ശക്തമായി പ്രഹരിക്കുകയും അദ്ദേഹത്തെ അവരിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്തു. പീഡനം സഹിക്കാൻ കഴിയാതെ നിറമിഴികളുമായി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും വിട്ടുപിരിഞ്ഞ് അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിന് മദീനയിലേക്ക് പുറപ്പെടേണ്ടി വന്നു. അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ, അദ്ദേഹത്തിന് തൻ്റെ ഇണയെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അത്രമാത്രം ശക്തമായിരുന്നു മുശ്രിക്കീങ്ങളുടെ അക്രമം. അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് യാത്ര തിരിക്കുന്നത് ഹൃദയം പൊട്ടുന്ന വേദനയിൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നോക്കിക്കാണുകയാണ്. തിരിച്ച് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെയും അവരുടെ മകൻ സലമയെയും മക്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുടുംബം ഇത് കാണുകയും സലമയെ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ, ആ മകനെ അവർക്ക് വിട്ടു നൽകണമെന്ന് പറഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് സന്താനത്തെ അവർ കൊണ്ടുപോയി. ഒരു ഉമ്മയുടെ വേദന നമ്മൾ ആലോചിക്കണം. ഭർത്താവിനെ നഷ്ടപ്പെടുന്ന, പ്രസവിച്ച തൻ്റെ പ്രിയപ്പെട്ട മകനെ കൈകളിൽ നിന്ന് പകുത്തെടുത്തു കൊണ്ടുപോകുന്ന രംഗം കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു ഉമ്മ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഒറ്റപ്പെടുകയാണ്. കുടുംബത്തിൽ നിന്നുള്ള പീഡനം, ഭർത്താവിൻ്റെയും തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെയും അവരുടെ നഷ്ടം, ഇതാലോചിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രഭാതത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ എവിടെ നിന്നാണോ അവർ പിരിഞ്ഞുപോയത്, ഭർത്താവിനെ നഷ്ടപ്പെട്ടത്, ആ ഭാഗത്തേക്കെത്തുകയും അവർ അവിടെ ഇരുന്നു കൊണ്ട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഏകദേശം 1 വർഷക്കാലത്തോളം, ഒരുപാട് മാസങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി. എല്ലാ ദിവസവും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ മദീനയിലേക്കുള്ള വഴി നോക്കി, മദീനയിലേക്കുള്ള ഭാഗം നോക്കി അവിടെ ഇരിക്കുകയും അവർ ഇറനണിഞ്ഞ കണ്ണുകളുമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. മാസങ്ങൾ കടന്നുപോയപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുടുംബത്തിൻ്റെ മനസ്സലിഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ പിന്തിരിപ്പിക്കാൻ, അവരെ ഹിജ്റയിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ കുടുംബത്തിൻ്റെ അക്രമങ്ങൾക്കോ കുടുംബത്തിൻ്റെ വളഞ്ഞുകൊണ്ടുള്ള അവരുടെ പരിഹാസങ്ങൾക്കോ ശകാരങ്ങൾക്കോ സാധിച്ചിട്ടില്ല. ഒരു വലിയ പർവ്വത സമാനമായി ഉറച്ചു നിൽക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. കുടുംബത്തിൻ്റെ മനസ്സലിഞ്ഞു. അവർ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ ഹിജ്റയ്ക്ക് വേണ്ടി അനുവാദം നൽകുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ മദീനയിലേക്ക് പുറപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ കുടുംബക്കാർ സലമയെയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ കൈകളിൽ ഏൽപ്പിച്ചു. മദീനയിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ പുറപ്പെടാൻ ഒരാളും കൂട്ടിനില്ലായിരുന്നു. ആദർശത്തിൻ്റെ കരുത്തു മാത്രമാണ് അവരുടെ പക്കലുള്ളത്. പാതേയമായിട്ട് അവരുടെ കൈകളിലുള്ളത് തവക്കുലാണ്. അള്ളാഹുവാണ് അവർക്ക് സംരക്ഷണമായിട്ടുള്ളത്. അങ്ങനെ തെനീമിൻ്റെ ഭാഗത്തേക്ക് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ എത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹ
അദ്ദേഹം മുസ്ലിമല്ല. അദ്ദേഹത്തെ കാണുകയും എവിടേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ സംഭവങ്ങൾ മുഴുവൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവരോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി ഇറക്കി കൊടുക്കുകയും അവരോട് അതിൽ കയറാൻ പറയുകയും മദീന വരെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സംരക്ഷണമേകി ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഒരക്ഷരം പോലും പരസ്പരം ഉരിയാടാതെ ഒരു മുശ്രിക്കായ മനുഷ്യൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മദീനയിലേക്ക് അവരുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. വിശ്രമിക്കാനുള്ള സമയമാകുമ്പോൾ ഒട്ടകത്തെ നിർത്തി ദൂരത്തേക്ക് അദ്ദേഹം മാറി നിൽക്കും. അത്രയും മാന്യനായ വ്യക്തിയായിരുന്നു ഉസ്മാൻ ഇബ്നു ത്വൽഹ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ മദീനയിലെത്തി. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമനെ കാണുവാൻ അവർക്ക് സാധിക്കുന്നത്. പിന്നീട് സന്തോഷത്തിൻ്റെ ദാമ്പത്യ ജീവിതമാണ്. അതിനിടയിൽ ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ വിവാഹം കഴിക്കുകയില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളും വിവാഹം കഴിക്കരുത്. സ്വർഗത്തിലും നമുക്ക് ഇണകളായി കഴിയണം, സ്വർഗത്തിലും നമുക്ക് ഒന്നിക്കുവാൻ കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, മക്കക്കാർക്കിടയിൽ ഉപമ പറഞ്ഞിരുന്നത് അബൂ സലമയെയും ഉമ്മു സലമയെയും പോലെ എന്നാണ്. അത്രമാത്രം സ്നേഹത്തിലായിരുന്നു അവരുടെ ദാമ്പത്യം. അതുകൊണ്ട് ഈ ദുനിയാവിൽ എപ്രകാരം സന്തോഷത്തിലാണോ അതുപോലെ സ്വർഗത്തിലും ഒന്നിക്കണം എന്ന ആഗ്രഹമാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അത് പറയാൻ കാരണമായത്. അബൂ സലമ റളിയല്ലാഹു തആല അൻഹ എന്നാൽ അത് സമ്മതിക്കുന്നില്ല എന്നു മാത്രമല്ല, താൻ മരണപ്പെട്ടാൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് ആവശ്യപ്പെടുകയും ചെയ്യുകയുമാണ്. അബൂ സലമ റളിയല്ലാഹു തആല ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണമേകി ഉഹുദിൽ ശക്തമായി പോരാടിയ സ്വഹാബിയാണ് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു. ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് അമ്പേറ്റു, മാരകമായ പരിക്ക് പറ്റുകയും ഉഹുദ് യുദ്ധത്തിന് ശേഷം അദ്ദേഹം രോഗശയ്യയിലായിരുന്നു. മുറിവ് ശക്തമായി, വേദന അസഹ്യമായി. അദ്ദേഹം ഉഹുദ് യുദ്ധത്തിലേറ്റ മുറിവ് കാരണത്താൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി. മരണപ്പെടുന്നതിന് മുമ്പ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, ആരെയാണ് നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നത്? നിങ്ങളുടെ ഈ ഒരു പ്രയാസത്തിൻ്റെ സമയത്ത് ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവനെ നിങ്ങൾക്ക് എന്നെ തനിച്ചാക്കി യാത്ര തിരിക്കുന്നത്? ആ ചോദ്യത്തിന് വലിയ അർത്ഥമുണ്ട്. മഹദി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മദീനയിൽ സംരക്ഷണത്തിന് മറ്റാരുമില്ല. അവരുടെ കുടുംബക്കാരും മദീനയിലില്ല. കുടുംബം മുഴുവൻ മക്കയിലാണ്. ചെറിയ 4 മക്കളാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ കീഴിലുള്ളത്. അതിലെ ചെറിയ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി മുലകുടി പ്രായത്തിലുള്ളതാണ്. പറക്കമറ്റാത്ത ഈ 4 മക്കളെയും എന്നെയും ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് രോഗശയ്യയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ർസുഖ് ഖൈറൻ, അല്ലാഹുവേ എന്നേക്കാൾ ഖൈറായ ഒരു മനുഷ്യനെ, എന്നേക്കാൾ ഖൈറായ ഒരു വ്യക്തിയെ ഇവർക്ക് നീ പകരം നൽകണമേ. ലാ യുഹ്സിനുഹ വലാ യുഅദീഹ, ഇവരെ ഒരിക്കലും സങ്കടപ്പെടുത്താത്ത, ഒരിക്കലും ഉപദ്രവിക്കാത്ത എന്നേക്കാൾ ഖൈറായ ഒരു മനുഷ്യനെ എൻ്റെ കുടുംബത്തിന് പകരം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തു നിന്ന് അദ്ദേഹം വിട പറഞ്ഞു. അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണത്തിൽ അതിശക്തമായ വേദന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയ്ക്കുണ്ടായി. സങ്കടങ്ങൾ കണ്ണുകളിലൂടെ കണ്ണുനീർ തുള്ളികളായി ഒഴുകി. അന്ന് മരണപ്പെട്ടവരുടെ പേരിലുള്ള കരച്ചിൽ അത് വിരോധിച്ചിട്ടില്ലാത്ത സമയമാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അതിശക്തമായി കരയുന്നത് കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തിരുത്തുകയാണ്. കരയരുത് എന്ന് ആവശ്യപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട പിശാചിനെ ഉമ്മു സലമ നീ തിരിച്ച് വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകി. എങ്കിലും മരണത്തിൻ്റെ വേദന തൻ്റെ പ്രിയപ്പെട്ട
ഭർത്താവിൻ്റെ വിയോഗം സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വസിയത്ത് പോലെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും അള്ളാഹുവിലേക്കുള്ളവരാണ് ഞങ്ങൾ, അവനിലേക്ക് തന്നെ മടക്കപ്പെടും എന്ന ഇസ്തിർജാഇന്റെ വാക്കുകൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥിക്കുകയും വഖലിഫ് ലി ഖൈറൻ മിൻഹാ, അല്ലാഹുവേ ഇതിനേക്കാൾ ഖൈറായതിനെ ഞങ്ങൾക്ക് പകരക്കാരനാക്കി നൽകണമേ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഗ്ഫിർലി വലഹു വഅഖിബ്നി മിൻഹു ഉഖ്ബ ഹസന എന്ന പ്രാർത്ഥന കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമയോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ആ പ്രാർത്ഥനയും അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഇത് പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ അബൂ സലമ റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ശേഷം പലപ്പോഴും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ചോദിക്കാറുണ്ട്, ആരാണ് അബൂ സലമയേക്കാൾ മുസ്ലിമീങ്ങളിൽ ഖൈറായവനുള്ളത്? അബൂ സലമയേക്കാൾ ഖൈറായ ഒരു വ്യക്തി ഇനി ആരാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ളത്? അത്രമാത്രം നന്മകൾ ചെയ്ത, അത്രമാത്രം നന്മകളിൽ മത്സരിച്ച, കുടുംബത്തെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു അബൂ സലമ. അതിനേക്കാൾ ഖൈറായ ഒരാളെ പകരം ലഭിക്കാനില്ല. എന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മരണവീട്ടിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. പലപ്പോഴും മരണവീടുകളിൽ സങ്കടങ്ങൾ കടിച്ചമർത്താൻ കഴിയാതെ പല രൂപത്തിലുള്ള കാര്യങ്ങളും നാവിലൂടെ പറയുന്നവരാണ് പലരും. ശാപവാക്കുകൾ ചൊരിയുന്നവരാണ്. സ്വന്തത്തിൻ്റെ മരണത്തെ കൊതിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പല മരണവേദനകളും സഹിക്കാൻ കഴിയാതെ ആളുകൾ പറഞ്ഞു പോകാറുണ്ട്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം അവിടെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. നല്ലതല്ലാത്തത് ഒന്നും അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് വരാൻ പാടില്ല. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പകരമായി അല്ലാഹു തആല ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിലേക്ക് നൽകിയത്. മഹാനായ ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹുവാണ് വിവാഹ അന്വേഷണവുമായി അവരുടെ അരികിലേക്ക് വരുന്നത്. ആ സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവരോട് പറഞ്ഞു, ഒരിക്കലും എന്നെപ്പോലെയുള്ള ഒരു സ്ത്രീയെയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. കാരണം ഒരുപാട് പ്രായം എനിക്കെത്തിയിട്ടുണ്ട്, വാർദ്ധക്യത്തിലാണ് ഞാൻ. മാത്രമല്ല നല്ല ദേഷ്യമുള്ള സ്ത്രീയാണ്. പലപ്പോഴും കോപം പിടിച്ചു നിർത്താൻ കഴിയാതെ പോകാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കോപിച്ചാൽ എൻ്റെ ഈ മോശമായ പെരുമാറ്റം എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപകടം ഏറെ ഗൗരവമുള്ളതാണ്. അതുപോലെ തന്നെ 4 മക്കളുള്ള സന്താനങ്ങളുള്ള ഒരാളാണ് ഞാൻ. അവരെ പരിചരിക്കുന്നതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബാധ്യതയിൽ വല്ല പോരായ്മകളും സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു അവർക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി നൽകി, നിങ്ങളെക്കാൾ പ്രായം എനിക്കുണ്ട്. കോപമാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ, സ്വഭാവത്തിലുള്ള പിഴവുകളാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. കുട്ടികളുടെ സംരക്ഷണം അള്ളാഹുവും അവൻ്റെ റസൂലും ഏറ്റെടുത്തിരിക്കുന്നു. മദീനയിൽ ആരും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബമായിട്ടില്ല. മകൻ സലമയാണ് വലിയായി നിൽക്കുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹക്ക് അബൂ സലമയുടെ പകരമായി അള്ളാഹു തആല നൽകുകയാണ്. എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ കടന്നു വരുന്നത്? ഇൻഷാ അല്ലാഹ് അവരുടെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ നമുക്ക് പകർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.